സോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. അപ്പൊ ഇന്ന് ഞാൻ എല്ലാം ഓട്ടോമേറ്റ് ചെയ്ത് ഗൈസ്. ക്യാം സൈസ് കുറയ്ക്കാം. ഞാൻ ഇൻട്രോ ആയതുകൊണ്ട് വെച്ചതാണ്. ഞാൻ എല്ലാം ഓട്ടോമേറ്റ് ചെയ്തു. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതും ഇതും എല്ലാം ഞാൻ ഇന്ന് സ്ട്രീം ഡെക്കിൽ ഇരുന്ന് സെറ്റ് ചെയ്യലായിരുന്നു എന്റെ പരിപാടി. അപ്പൊ അതെല്ലാം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വെൽക്കം. നോട്ടിഫിക്കേഷൻ വന്നില്ല കേട്ടോ. അത് ചിലർക്ക് വരുന്നില്ല. ജോക്കി, അത് എന്താന്ന് അറിഞ്ഞൂടാ. നോക്കട്ടെ, ഇത് കണ്ടോ, കേക്കാവോ? നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ? ക്ലാപ്പൊക്കെ കേൾക്കുന്നില്ലേ? ക്ലാപ്പ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫൈനൽ സർക്കിളിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ഞെക്കിയാ വരും, ഞെക്കിയാ തിരിച്ചു പോകും. എല്ലാം കറക്റ്റ് അല്ലേ? ഇന്ന് ഫുൾ പ്രിപ്പയർഡ്, എല്ലാം സെറ്റ് ആക്കി. കുറച്ച് സെയിം ഫയൽ പൊളിയായിരിക്കും. സെമി ഫൈനൽ മൈക്ക് ഡിലേ ഒന്നുമില്ല ബ്രോ, ഒന്നുമില്ല. ഗോഗു വരും ഫുള്ളി സെറ്റ്. അതെ, നീലിന്റെ ഇഷ്യൂ. അത് ഗൈസ്, ഞാനൊരു കാര്യം പറയാം. ഞാനത് ഓൾറെഡി മാക്കിനെ വിളിച്ച് സംസാരിച്ചിട്ടാണ് ഇരുന്നത്. നീല് ലൈവിൽ ഇരുന്ന് ഈ പറയണത് പോലെ RZ7 പ്ലേയേഴ്സിനെ കളിയാക്കിയ രീതിയിൽ സംസാരിച്ചായിരുന്നു. സോ അതിന് ടിവിയുടെ സൈഡിൽ നിന്നും എൻ്റെ സൈഡിൽ നിന്നും ഞാൻ അതിന് ഒരു സോറി പറയണു. അവൻ ഒരിക്കലും ഇങ്ങനെ ഒരു ടൂർണമെന്റ് നല്ല രീതിയിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത് എനിക്ക് എൻകറേജ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതെനിക്ക് അവൻ ചെയ്തത് ഒരു തെറ്റായിട്ടാണ് തോന്നിയത്. ഞാൻ അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അവനും കാര്യം മനസ്സിലായിട്ടുണ്ട്. ഞാൻ RZ7 മാക്കിനെയും ഷേക്കിന് കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് പുള്ളിയെ ഞാൻ അതോട് ഡ്രാഗ് ചെയ്യുന്നില്ല. ഞാൻ മാക്കിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ അത് അവൻ്റെ സൈഡിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ അത് ടിവിയുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നതിൽ ഞാൻ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ, കാസ്റ്റ് എന്നുള്ള രീതിയിലല്ല, ലീഡർ എന്നുള്ള രീതിയിൽ ഞാൻ അതിന് സോറി പറയുന്നു. അങ്ങനെ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ഇതിൻ്റെ ഇടയ്ക്ക് വേണ്ട. ചാറ്റ് ട്രിഗർ ആക്കിയതിൻ്റെ പുറത്ത് പറഞ്ഞതാണ്. അത് ചാറ്റിനെയാണ് പറയേണ്ടത്, എന്നാൽ തിരിച്ച് അവരുടെ പ്ലേസിനെ മെൻഷൻ ചെയ്ത് പറഞ്ഞത് അത് മിസ്റ്റേക്കാണ്. അതങ്ങ് വിട്ടേരെ. അതായത് നമ്മുടെ സൈഡിൽ നിന്ന് ഇത് സോറി മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ, കുനിഞ്ഞിരിക്കാനൊന്നും പറ്റത്തില്ല ഗൈസ്. അത് അവൻ്റെ സൈഡിൽ നിന്ന് പറ്റിപ്പോയതാണ്, വേറെ അതിനകത്തൊന്നും ചെയ്യാനില്ല. അത് ഓൾറെഡി അവനെ കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനി വീണ്ടും ക്യാരി ഫോർവേഡ് ചെയ്തത് വേഴ്സ് ആക്കാനാണ് താല്പര്യമെങ്കിൽ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അത് ഞാൻ പറയണത് ഓഡിയൻസിൻ്റെ അടുത്ത്, അവരുടെ അടുത്ത് സംസാരിക്കേണ്ട രീതി സംസാരിച്ചിട്ടുണ്ട്. അത് അങ്ങനെ അങ്ങ് വിട്ടേരെ. ആ ഒരു രീതിയിൽ പോട്ടെ. ടൂർണമെന്റ് എന്തായാലും ഇത്രയും ദിവസം ഭംഗിയായിട്ട് നടന്നു. ഇനി ബാക്കിയുള്ള 2 ദിവസം കൂടെ നമുക്ക് മര്യാദയ്ക്ക് നോക്കാം. അപ്പൊ എന്തായാലും അത് വിട്ടേരെ ഗൈസ്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക്. നമുക്ക് സിറ്റിയിലോട്ടൊന്ന് കയറാം. സിറ്റിയിലോട്ട് കയറി അപ്പോഴത്തേക്കും ഗോഗു വരും. നമ്മൾ വിട്ടു. അതെ, അത്രേ ഉള്ളൂ. സോ ഗൈസ്, അപ്പം നമുക്ക് ഇന്നത്തെ ടൂർണമെന്റിലെ ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഗ്രൂപ്പ്സ് ഇതിനകത്ത് വന്നിട്ടില്ലല്ലോ സെമി ഫൈനൽസ്. അടിക്ക് സ്ക്രോൾ ചെയ്താൽ മതി, മറ്റേ ഫസ്റ്റത്തെ പേജിൽ തന്നെ. അടിയിലോട്ടോ ടൂർണമെന്റ് എന്നുള്ള പേജിൽ അടിക്ക് സ്ക്രോൾ ചെയ്താൽ മതി. സോ ഹിയർ വി ഗോ, ദ സെമി ഫൈനൽ, ഡേ 1 ഓഫ് സെമി ഫൈനലില് ഇന്ന് കൂട്ടിമുട്ടുന്ന ടീമുകൾ. ആദ്യത്തെ മാച്ചിൽ TBS, TGA, KVA, ചങ്ങനാശ്ശേരി സൂപ്പർ കിങ്സ്, RZ7X RB, ടോക്കിയോ, RMDX TPA ആൻഡ് ബ്ലാക്ക് സ്ക്വാഡ്. KVAയുടെ ഒരു ലൈനപ്പ് കൂടിയാണ്. അൺഫോർച്ചുനേറ്റ്ലി KVA വേഴ്സസ് KVA കാണേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് ഈ ഒരു ഇതിനകത്ത് വന്നിട്ടുണ്ട്. വേറെ ഒരു ടീമിനും അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല. KVAക്ക് മാത്രമാണ് KVA വേഴ്സസ് KVA, ടീം വേഴ്സസ് ടീം, അവരുടെ സ്വന്തം ടീമുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നത് ഇവർക്ക് മാത്രമാണ്. സോ എന്തായാലും നമുക്ക് സെമി ഫൈനൽ 2 നോക്കി വെക്കാം. രണ്ടാമത്തെ മാച്ച് ഇന്ന് സെമി ഫൈനൽ 1ഉം സെമി ഫൈനൽ 2ഉം ആണ് ഇന്ന് നടക്കുന്നത്. ഇവർ 2 പേർക്കും 3 മാച്ചസ് വെച്ച് ഇന്നുണ്ടായിരിക്കും. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. TGA, വെൽക്കം ടു ദ സ്ട്രീം. സെമി ഫൈനൽ 2 നമുക്ക് നോക്കുകയാണെങ്കിൽ TVA x CSK, OG, RZ7 മെയിൻ ലൈനപ്പ്, അൺനോൺ, ചോട്ടാ മുംബൈ, കാറ്റാടി, ഇറ്റാലിയ ആൻഡ് VH അടങ്ങുന്ന ഗ്രൂപ്പ് നമ്പർ 2. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 1ന് 3 മാച്ചും ഗ്രൂപ്പ് നമ്പർ 2ന് 3 മാച്ചുമായിരിക്കും ഇന്ന് കറന്റ്ലി ഉള്ളത്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോണതെന്ന്. അപ്പൊ ടീംസിലേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കൈയടിച്ചേ. കൈയടിക്കുന്ന സൗണ്ട് ഇട്ടു. അത് ജോക്കിക്ക് വരും. അത് ജോക്കിക്ക് കേൾക്കത്തില്ല, സ്ട്രീമിലല്ല കേൾക്കുള്ളൂ. വൈ ജോക്കി വൈ. സോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം. ലെറ്റ്സ് ഗോ. അപ്പോ നമുക്ക് സിറ്റിയിലോട്ട് കയറാം.
MVP അപ്ഡേറ്റ് ആക്കിയായിരുന്നോ? ഇന്നത്തേക്ക് അവൻ സെറ്റ് ആക്കാന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ട് വരും. അങ്ങനെ കാസ്ട്രോയെ വിളിക്കുക കമന്ററി പറയാനെന്ന്. അവന്റെ സ്ട്രീമിലോ സംസാരിക്കത്തില്ല, പിന്നല്ലേ ഇനി കമന്ററി പറയാൻ വരുന്നവൻ. അവന്റെ സ്ട്രീമിൽ തന്നെ ബുദ്ധിമുട്ടിയാണ് സംസാരിക്കുന്നത്. ലവ് ഫ്രം R37 ഈഗിൾ ചേട്ടാ. പബ്ജി ഓട്ടറാ. 2 ദിവസം കൂടെ ഉള്ളു ചേട്ടാ വിളി. നന്ദി. താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട്. ഉണ്ടല്ലേ അത് നോക്കട്ടെ, ഒരു മിനിറ്റ്. അതും കൂടെ ആഡ് ചെയ്യാം നമുക്ക്. കേരളം നമുക്കൊരു ത്രെട്ട് ആവും. അതെ കോമ്പറ്റീഷൻ ആക്കാനുള്ള ഒരു പരിപാടിയാണ് ഞാൻ. ഇതില് എങ്ങനെയായിരുന്നു? പ്ലേ ഓഡിയോ നമ്മള് വലിച്ച് ഇതിനകത്തോട്ട് ഇടുന്നു. ടൈറ്റിൽ ഫയൽ സൗണ്ട് കുറച്ച് വെക്കാം. അതിന് കുറച്ച് സൗണ്ട് കൂടുതലാണ്. ടെസ്റ്റ് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാം. വരൂല്ലേ? പെർഫെക്റ്റ്. സോ അപ്പൊ ഗോകു ഇപ്പൊ വരും. ആ ഫുഡ് കഴിക്കുക. ഫുഡ് കഴിക്കും. അവനിപ്പോ വരും. ഗോകു ഇപ്പൊ വരും. ബാബു ഉണ്ടോ? അറിഞ്ഞൂടാ. ഇന്ന് കോഴിക്കച്ചവടം ഉള്ളതുകൊണ്ട് ബാബു വരുമോന്ന് അറിയത്തില്ല. അവൻ എല്ലാ ദിവസവും. ആർക്ക്? ഷട്ടിലാ? ഈഗിൾ ബ്രോന്റെ താലിൽ ഓവർലേ ഇല്ലേ, കൊറേ സമയത്ത് അതിലേക്ക് കേറാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അവന്റെ അടുത്ത് നിർത്തിക്കോ, കിട്ടില്ല എന്ന് പറഞ്ഞേക്ക്. കേട്ടില്ല. അതായത് ഓവർലേ ഇല്ലേ തായില്, എക്സ്ലാൻഡ് ഈഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഓവർലേ, ഒരു പയ്യൻ കൊറേ സമയത്ത് അതിന്റെ ആക്സസ് കിട്ടാൻ വേണ്ടിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. എടാ നിനക്കൊക്കെ എന്തിന്റെ സൂക്കേട്? നിനക്ക് കൃമികടി ഉണ്ടോ നിനക്കൊക്കെ? അത് ആ താഴെ കിടന്ന് ഓടുന്നതിൽ നിനക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്കൊക്കെ? എന്തൊരു ഫ്രസ്ട്രേഷനാ നിനക്കൊക്കെ? അത് ആ താഴെ കിടന്ന് അത് മര്യാദയ്ക്ക് ഇടത്തോട്ടും വലത്തോട്ടും പോകത്തില്ലേ? അതിനകത്ത് കയറി നിന്റെ സാമാനം അടിച്ച് കയറ്റി വെക്കാനാ ഓരോരുത്തവന്മാര്. നമ്മള് റൂം കുറച്ച് ഡിലേ ആക്കിയതൊക്കെ 9:05. എടാ 9:05 ഒന്ന് അനൗൺസ്മെന്റ് ഇടുവോ? 9:05 മുകളിലോട്ട് പോകാൻ പറ്റത്തില്ല. 9:05. ഓരോ ചില്ലറക്കഴയല്ല ഓരോരുത്തവന്മാർക്ക്. ഇങ്ങനെ ഇരിക്കുമ്പോ ലൈവ് ടെക്സ്റ്റ് ഇടാൻ പറ്റും. ലൈവിലെ ഇങ്ങനെ ടെക്സ്റ്റ് ഇടാൻ പറ്റും ചോക്കി. അതിനകത്ത് ഓരോ തന്തലാഴി എഴുതി ഇടാൻ പറ്റും. മനസ്സിലായോ? ഹലോ God is here. God, finally our God came. MRC Goku, welcome back. സെമി ഫൈനലിലേക്ക് വെൽക്കം. എത്ര പെട്ടെന്ന് ക്യാമറ ഒന്ന് തരണം. ക്യാമറ ലിങ്ക് ഒന്ന് തരണം. ലിങ്ക് എല്ലാം തന്നല്ലേ? ഓക്കെ. ഗ്രീൻ സ്ക്രീൻ എടുത്ത് കളഞ്ഞല്ലേ? ഓക്കെ. എന്നോട് ഗ്രീൻ സ്ക്രീൻ ആക്കാൻ കുറെ പേര് പറയും. എനിക്ക് ഗ്രീൻ സ്ക്രീൻ ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല ഗ്രീൻ സ്ക്രീൻ ഇടുന്നത്. അതൊരു എനിക്ക് അതൊരു ഇത് തോന്നിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഗ്രീൻ സ്ക്രീൻ അത്രയ്ക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാ, വേറൊന്നും വിചാരിക്കില്ല. ആക്റ്റീവായ ക്യാമറ ആക്റ്റീവായ ഇവിടെ വരുന്നേ ഉള്ള. നീ കുറച്ചുകൂടെ നടുക്കോട്ടിരി. ഓക്കെ, ഓൾ ഗുഡ്. സെറ്റ് സുന്ദർ. ഓക്കെ. സോ അപ്പൊ എന്താണ് നമ്മുടെ സെമി ഫൈനലിലൊക്കെ കൊഴിപ്പിക്കണ്ടേ? എന്താണല്ലേ എക്സൈറ്റഡ് എന്റെ പൊന്നെ. എല്ലാവരും അടിച്ചുറക്കിയോ, എല്ലാരും കൂടെ ഒരുമിച്ച് വന്ന് കേറുവാണ്. ഇനി എന്തായിരിക്കും എന്നൊരു ആലോചിക്കാൻ. നിന്റെ ഗ്രീൻ സ്ക്രീൻ ഇല്ലാത്ത റൂം? അതെ, ഇതിന്റെ കഷ്ടപ്പെട്ട് ഗ്രീൻ സ്ക്രീൻ ഇടുന്നത്. ഇത് കുഴപ്പം ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ടല്ലേ നമുക്ക് എന്തെങ്കിലും കോപ്പറേയും കാണിക്കാൻ പറ്റും. 80 പേരെ ഉള്ളല്ലേ ടോട്ടല്? 8 ടീമല്ലേ ഉള്ളൂ? 8 ടീം. ഫൈനലില് 12 ടീമാണ് വരാൻ ഫൈനലില്. സോ ഇവിടെ RMDXCPA പ്ലേയേഴ്സ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യേണ്ടതാണ്. 3 മിനിറ്റും കൂടെ ഉള്ളു നിങ്ങൾക്ക് ബാക്കി. ആൻഡ് ഹിയർ വി ഗോ. TBS നോക്കുകയാണെങ്കിൽ ഫുൾ സ്ക്വാഡ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് TGA നോക്കുകയാണെങ്കിൽ 10 പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. KVA നോക്കുകയാണെങ്കിൽ 10 പേര്. ചങ്ങനാശ്ശേരി സൂപ്പർ കിങ്സ് 10 പേര്. RZ7X അറബി 9 പേരെ എത്തിയിട്ടുള്ളൂ, ഒരാൾ വന്നിട്ടില്ല. ആൻഡ് ടോക്കിയോ നോക്കുകയാണെങ്കിൽ 9 പേരാണ്. ആൻഡ് RMDXCP 6 പേരെ വന്നിട്ടുള്ളൂ. ബ്ലാക്ക് സ്ക്വാഡിലും ഒരാൾ 9 പേരെ വന്നിട്ടുള്ളൂ.